ഹായ് ഗേസ്, സ്പോക്കൺ ഇംഗ്ലീഷ് വിത്ത് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവരാണോ നിങ്ങൾ? ഒന്നുകൊണ്ടും മടിച്ചു നിൽക്കാതെ ഫ്രീ ആയി പ്രാക്ടീസ് ചെയ്ത് പഠിക്കുവാൻ പറ്റിയ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ ജോയിൻ ചെയ്യാം. ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഹലോ, ഇറ്റ്സ് എ ഫ്ലുവൻസി ടെസ്റ്റ് ടുഡേ. നമ്മളിപ്പോൾ ഒരു ബാങ്കിൽ പോയാൽ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് അല്ലേ? എങ്ങനെയായാലും നമ്മൾ അതേക്കും ചെയ്യും. ഡെപ്പോസിറ്റ് ചെയ്യാനാണെങ്കിലും പൈസ വിഡ്രോ ചെയ്യാനാണെങ്കിലും എന്തെങ്കിലും എൻക്വയറിക്കാണെങ്കിലും ഒക്കെ ബാങ്കിൽ പോയിട്ട് നമ്മൾ റൊട്ടീൻ പോലെ ചില കാര്യങ്ങൾ ചെയ്യും. അതേപോലെ തന്നെ ഹോസ്പിറ്റലിൽ നമ്മളൊരു അപ്പോയിൻമെൻറ്റിന് പോയാൽ നമുക്ക് ഈ ഡോക്ടറെ കാണണം, ആ ഡോക്ടറെ കാണണം, നമ്മുടെ കാര്യം ഇപ്പോൾ ഡോക്ടർ നമ്മൾ ഇത് പറയും, ഡോക്ടർ അങ്ങനെ പറയും. പക്ഷെ നമ്മുടെ രോഗം മാറുന്നതിനനുസരിച്ച്, നമ്മുടെ സിറ്റുവേഷൻ മാറുന്നതനുസരിച്ച് അത്തരം കാര്യങ്ങളൊക്കെ മാറ്റം വരും. എന്നാലും സ്ഥിരമായിട്ട് എങ്ങനെ വന്നാലും ആവശ്യമുള്ള ഒരു കുറച്ച് സെൻറ്റൻസസ് മലയാളത്തിലുള്ളത് നമുക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് എങ്ങനെയൊക്കെയാ പറയാമെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് സെൻറ്റൻസ് നോക്കിക്കേ. വാട്ട് ബോട്ട് യു ഹിയർ? അല്ലെ, നമ്മളിപ്പോൾ പോയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെങ്കിൽ ആ റിസപ്ഷനിൽ നമ്മളടുത്ത് ആദ്യം വരുന്നൊരു ചോദ്യം ഇതായിരിക്കും, വാട്ട് ബോട്ട് യു ഹിയർ? അല്ലെങ്കിൽ നെക്സ്റ്റ് വൺ, അത് നിങ്ങളെ ഇവിടെ എത്തിച്ചത് എന്താണ്, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് എന്നുള്ളത് മറ്റൊരു ഫോമിൽ പറയുന്നതാണ് വാട്ട് ബോട്ട് യു ഹിയർ. അടുത്തത് നോക്കിക്കേ, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? റിസപ്ഷനിൽ ഇരിക്കുന്ന ആൾ നിങ്ങളടുത്ത് ചോദിക്കുകയാണ് ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു. അപ്പം നിങ്ങൾ എന്താ പറയുക? ഐ ഹാവ് ആൻ അപ്പോയിൻമെന്റ് വിത്ത് ദ കാർഡിയോളജിസ്റ്റ്. നമ്മൾ നേരത്തെ അപ്പോയിൻമെന്റ് എടുത്തിട്ടാണ് വന്നതെങ്കിൽ നമ്മൾ അങ്ങനെ പറയും അല്ലെ? തേർഡ് വൺ ആണത്. ഐ ഹാവ് ആൻ അപ്പോയിൻമെന്റ് വിത്ത് ദ കാർഡിയോളജിസ്റ്റ്. ഐ ഹാവ് ആൻ അപ്പോയിൻമെന്റ് വിത്ത് ദ കാർഡിയോളജിസ്റ്റ്. ഓക്കെ, എനിക്ക് കാർഡിയോളജിസ്റ്റുമായി ഒരു അപ്പോയിൻമെന്റ് ഉണ്ട്. ചെക്ക് ദ നെക്സ്റ്റ് വൺ. ഡസ് 2 PM വർക്ക് ഫോർ യു? നമ്മൾ അപ്പോയിൻമെന്റ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഫോണിൽ ബുക്ക് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ അവരുടെ സൈഡിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, 2 മണിക്ക് നിങ്ങൾക്ക് ഓക്കെ ആണോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. ഡസ് 2 PM വർക്ക് ഫോർ യു? ഓക്കെ, നെക്സ്റ്റ് വൺ. ഐ ഹാവ് സിവിയർ ചെസ്റ്റ് പെയിൻ. നമ്മൾ ഡോക്ടറെ അടുത്ത് എത്തിയിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഐ ഹാവ് സിവിയർ ചെസ്റ്റ് പെയിൻ. ചെസ്റ്റ് പെയിൻ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇനിയിപ്പോൾ ഹെഡ് ഏക്ക് ആണെങ്കിൽ ഐ ഹാവ് സിവിയർ ഹെഡ് ഏക്ക്. ഓക്കെ, അങ്ങനെ പറയാം. ചെക്ക് ദ നെക്സ്റ്റ് വൺ. ഹാവ് യു ടേക്കൺ എനി മെഡിസിൻ? ഡോക്ടർ ചോദിക്കാനുള്ള സാധ്യതയുള്ളൊരു ചോദ്യമാണ്. ഹാവ് യു ടേക്കൺ എനി മെഡിസിൻ? അപ്പൊ നമുക്കത് യെസ് ഐ ഹാവ് എന്നോ നോ ഐ ഹാവൻറ്റ് എന്നൊക്കെ പറയാം. ഇനിയിപ്പം അടുത്തത്, ഐ ഹാവ് സിവിയർ ടൂത്ത് പെയിൻ. ചെസ്റ്റ് പെയിനോ ടൂത്ത് പെയിനോ എങ്ങനെയാ വെച്ചാൽ നമ്മുടെ എന്താണെങ്കിൽ അവിടെ നമ്മൾ ടൂത്ത് പെയിൻ ആണ്, നമുക്ക് പല്ലുവേദന ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് ഐ ഹാവ് സിവിയർ ടൂത്ത് പെയിൻ. നെക്സ്റ്റ് വൺ. ലെറ്റ് മീ ഹാവ് എ ലുക്ക്. ലെറ്റ് മീ ഹാവ് എ ലുക്ക്. എനിക്ക് കഠിനമായ പല്ലുവേദന ഉണ്ടെന്ന് പറഞ്ഞതിന് ഞാൻ നോക്കട്ടെ, ഞാനതൊന്ന് ശ്രദ്ധിക്കട്ടെ, ഞാൻ നോക്കട്ടെ എന്നായിരിക്കും ഡോക്ടർ പറയാത്തിന് ലെറ്റ് മീ ഹാവ് എ ലുക്ക്. നെക്സ്റ്റ് വൺ. ഡു യു ഹാവ് എനി അതർ സിംറ്റംസ്? ഡു യു ഹാവ് എനി അതർ സിംറ്റംസ്? നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ? ഡോണ്ട് വെറി, ദർ ഇസ് നത്തിങ് സീരിയസ്. ഡോക്ടർ സൈഡിൽ നിന്ന് വരുന്ന മറുപടികളാണ് ഇതൊക്കെ അല്ലേ? ഇത് കാര്യമായിട്ട് പേടിക്കാനൊന്നുമില്ല. ഡോണ്ട് വെറി, നത്തിങ് സീരിയസ്. ഓക്കെ, വിഷമിക്കേണ്ട കാര്യമായിട്ട് ഒന്നുമില്ല. ഈ ഒരു മെത്തേഡിലായിരിക്കും നമ്മളെ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരിക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോസുമായി നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.